റിയൽമിയുടെ റിയൽമി 5S ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. റിയൽമി 5 എന്ന ഫോണിൻ്റെ ചെറിയൊരു അപ്ഗ്രേഡഡ് വെർഷനായിട്ടാണ് റിയൽമി 5S വരുന്നത്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് റിയൽമി 5Sൻ്റെ വിശേഷങ്ങളാണ്. അതിനു മുമ്പ് ഇതുപോലുള്ള വീഡിയോസ് ഇനിയും കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. പിന്നെ അടുത്തിരുന്ന ഒരു ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. റിയൽമി 5Sൻ്റെ ഡിസ്പ്ലേ പറ്റി പറയുകയാണെങ്കിൽ റിയൽമി 5ൽ നമുക്ക് ലഭിച്ചിരുന്ന ഏകദേശം അതുപോലത്തെ ഒരു ഡിസ്പ്ലേ തന്നെയാണ് ഈ ഫോണിൽ നമുക്ക് ലഭിക്കുന്നത്. 6.5 ഇഞ്ചിൻ്റെ HD+ റെസൊല്യൂഷനിൽ വരുന്ന ഡിസ്പ്ലേ ആണ് ഈ ഫോണിൽ കൊടുത്തിരിക്കുന്നത്. 20:9 എന്നുള്ള ആസ്പെക്ട് റേഷ്യോയിലാണ് ഈ ഫോൺ വരുന്നത്. ഈ ഫോണിൽ നമുക്കൊരു നോച്ച് ലഭിക്കുന്നുണ്ട്. വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനിൽ വരുന്ന ഒരു നോച്ചാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഏകദേശം 89% സ്ക്രീൻ ടു ബോഡി റേഷ്യോ ഈ ഫോണിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഫ്രണ്ടിൽ ഗൊറില്ല ഗ്ലാസ് 3+ൻ്റെ പ്രൊട്ടക്ഷൻ ലഭിക്കുന്നുണ്ട്. പിന്നെ ഫിംഗർ പ്രിൻറ്റ് സെൻസർ വരുന്നത് ഫോണിൻ്റെ ബാക്കിലാണ്. പ്ലാസ്റ്റിക് ബാക്ക് ബോഡിയുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. ബാക്കിൽ നമുക്ക് ഒരു ഡയമണ്ട് കട്ട് പാറ്റേൺ ഒക്കെ ലഭിക്കുന്നുണ്ട്. പിന്നെ ഈ ഫോൺ സ്പ്ലാഷ് റെസിസ്റ്റൻ്റ് ആണ്. അവ ചെറിയ രീതിയിലൊക്കെ വെള്ളമായാലും വലിയ പ്രശ്നങ്ങളൊന്നും വരില്ല. ഈ ഫോൺ റെഡ്മി നോട്ട് 8ന് കോമ്പറ്റീഷൻ ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ഈ ഫോണിൻ്റെ ഡിസ്പ്ലേയും ഡിസൈനും റെഡ്മി നോട്ട് 8ഉമായിട്ട് കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ റെഡ്മി നോട്ട് 8ൽ നമുക്ക് ഫുൾ HD റെസൊല്യൂഷനും അതുപോലെ തന്നെ ഗ്ലാസ് ബാക്ക് ബോഡിയും ലഭിക്കുന്നുണ്ട്. എന്നാൽ ഈ ഫോണിൽ നമുക്ക് HD റെസൊല്യൂഷനും അതുപോലെ തന്നെ പ്ലാസ്റ്റിക് ബാക്ക് ബോഡിയും മാത്രമാണ് ലഭിക്കുന്നത്. പെർഫോമൻസിനെ പറ്റി പറയുകയാണെങ്കിൽ സ്നാപ്ഡ്രാഗൺ 665 എന്നുള്ള പ്രോസസ്സറുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. ഈ ഒരു പ്രോസസ്സർ നമ്മൾ മുമ്പ് ഇതേ പ്രൈസ് റേഞ്ചിൽ വരുന്ന റിയൽമി 5 അതുപോലെ തന്നെ റെഡ്മി നോട്ട് 8 പോലുള്ള ഫോണുകളിലൊക്കെ കണ്ടിട്ടുള്ളതാണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത്യാവശ്യം നല്ലൊരു പ്രോസസ്സർ തന്നെയാണ് സ്നാപ്ഡ്രാഗൺ 665 എന്നുള്ളത്. പിന്നെ ഈ ഫോണിൽ നമുക്ക് 4GB റാമാണ് ലഭിക്കുന്നത്. ഈ ഫോണിൻ്റെ 2 വെർഷൻസ് ആണ് വരുന്നത്. 64GB ഇൻറ്റേർണലുമായിട്ട് വരുന്ന ഒരു വെർഷനും 128GB ഇൻറ്റേർണലുമായിട്ട് വരുന്ന മറ്റൊരു വെർഷനും. പിന്നെ ഇനി മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡെഡിക്കേറ്റഡ് മെമ്മറി കാർഡ് സ്ലോട്ടുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. അതായത് 2 സിം യൂസ് ചെയ്യുമ്പോൾ തന്നെ ഒരു മെമ്മറി കാർഡ് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് യൂസ് ചെയ്യാം. ആൻഡ്രോയിഡ് 9 ബേസ് ചെയ്തിട്ടുള്ള കളർ OS സോഫ്റ്റ്വെയറുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. ക്യാമറയെ പറ്റി പറയുകയാണെങ്കിൽ ഈ ഫോണിൻ്റെ പിന്നിൽ നമുക്ക് 4 ക്യാമറ സെൻസേഴ്സാണ് ലഭിക്കുന്നത്. റിയൽമി 5ൽ നമുക്ക് പിന്നിൽ 4 ക്യാമറ സെൻസേഴ്സ് ആയിരുന്നു ലഭിച്ചിരുന്നത്. പക്ഷേ റിയൽമി 5ൻ്റെ മെയിൻ സെൻസർ 12 മെഗാപിക്സലിൻ്റേതായിരുന്നു. പക്ഷേ ഈ ഫോണിൽ നമുക്ക് 48 മെഗാപിക്സലിൻ്റെ മെയിൻ സെൻസർ ലഭിക്കുന്നുണ്ട്. f1.8 അപ്പർച്ചറാണ് കൊടുത്തിരിക്കുന്നത്. സാംസങ് GM1ൻ്റെ സെൻസറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ മറ്റ് 3 സെൻസേഴ്സും റിയൽമി 5ലേതുപോലെ തന്നെയാണ് വരുന്നത്. രണ്ടാമത് നമുക്ക് 8 മെഗാപിക്സലിൻ്റെ f2.25 അപ്പേഴ്സിൽ വരുന്ന സൂപ്പർ വൈഡ് ആംഗിൾ ലെൻസ് ആണ് ലഭിക്കുന്നത്. 119 ഡിഗ്രിയുടെ ഫീൽഡ് ഓഫ് വ്യൂ ആണ് വരുന്നത്. പിന്നെ മൂന്നാമത് 2 മെഗാപിക്സലിൻ്റെ f2.4 അപ്പേഴ്സിൽ വരുന്ന ഒരു മാക്രോ ലെൻസ് വരുന്നുണ്ട്. പിന്നെ നാലാമത് 2 മെഗാപിക്സലിൻ്റെ f2.4 അപ്പേഴ്സിൽ വരുന്ന ഒരു ഡെപ്ത് സെൻസറും വരുന്നുണ്ട്. പിൻ ക്യാമറയിൽ 4K വീഡിയോ റെക്കോർഡിംഗ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ വൈഡ് ആംഗിൾ ലെൻസ് വെച്ചിട്ടും നമുക്ക് വീഡിയോ റെക്കോർഡ് ചെയ്യാൻ കഴിയുന്നതായിരിക്കും. പിന്നെ ലോ ലൈറ്റ് പെർഫോമൻസ് മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് നൈറ്റ് സ്കേപ്പ് എന്നുള്ള ഫീച്ചറും ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിൽ നമുക്ക് 13 മെഗാപിക്സലിൻ്റെ സെൽഫി ക്യാമറയാണ് ലഭിക്കുന്നത്. ബാറ്ററിയെ പറ്റി പറയുകയാണെങ്കിൽ റിയൽമി 5ലേതുപോലുള്ള ഒരു ബാറ്ററി സെറ്റപ്പ് തന്നെയാണ് ഈ ഫോണിലും കൊടുത്തിരിക്കുന്നത്. ഈ ഫോണിൽ നമുക്ക് 5000 mAh ബാറ്ററി ലഭിക്കുന്നുണ്ട്. അപ്പം വളരെ മികച്ചൊരു ബാറ്ററി ബാക്കപ്പ് ഈ ഫോണിൽ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. പിന്നെ 10 വാട്ടിൻ്റെ ചാർജിങ് സ്പീഡ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഈ ഫോണിന് കോമ്പറ്റീഷനായിട്ട് വരുന്ന റെഡ്മി നോട്ട് 8ൽ നമുക്ക് 4000 mAh ബാറ്ററി മാത്രമേ ലഭിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ കൂടിയും ആ ഫോണിൽ 18 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ മൈക്രോ USB ചാർജിങ് പോർട്ടുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. ഈ ഫോണിൻ്റെ ബേസ് വേരിയൻറ്റിൻ്റെ വില വരുന്നത് 9999 രൂപയാണ്. 128GB ഇൻറ്റേർണൽ വെർഷൻ്റെ വില വരുന്നത് 10999 രൂപയും. നവംബർ 29 മുതൽ ഫ്ലിപ്കാർട്ട് വഴിയും അതുപോലെ തന്നെ realme.com വഴിയുമാണ് ഈ ഫോണിൻ്റെ സെയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഓവറോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ റിയൽമി 5ൻ്റെ 48 മെഗാപിക്സൽ ക്യാമറ വെർഷനാണ് റിയൽമി 5S എന്ന് പറയാം. വേറെ എടുത്തു പറയേണ്ടതായിട്ടുള്ള മാറ്റങ്ങളൊന്നും വരുന്നില്ല. പിന്നെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഫുൾ HD റെസൊല്യൂഷനും ഗ്ലാസ് ബാക്ക് ബോഡിയും ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടൊക്കെ ആയിട്ട് റെഡ്മി നോട്ട് 8 ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ഈ ഫോണിന് കോമ്പറ്റീഷന് ഇത്തിരി ടൈറ്റ് ആയിരിക്കും.